ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് സ്റ്റോറീസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചക്കയുടെ ഉണ്ടാക്കാൻ പോകട്ടോ. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴേ അമ്മ പറഞ്ഞു നമുക്ക് ചക്കയുടെ ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ റെഡി ഒന്നും ആകാതെ മുഖം പോലും കഴിയില്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചക്കയുടെ. അപ്പോൾ നമ്മൾ ചക്കയുടെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഇല വേണം കേട്ടോ. നമ്മുടെ പറമ്പിൽ ഇലയില്ല. അപ്പോൾ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ പോയി ഇല പറിച്ചിട്ട് വരാവേ. സോ ഗൈസ്, നമ്മളിവിടെ ഇടനെല്ല പറിക്കാൻ വന്നാൽ കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഇടനെല്ല അല്ല കേട്ടോ. നമ്മുടെ നെയ്ബറിൻ്റെ ഒരു ഇടനെല മരത്തിൽ നിന്ന് പറിക്കുവാണേ. അപ്പം ഇതാണ് കേട്ടോ ഇടനെല്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല മണമാണേ ഇടനെല്ലയ്ക്ക്. ജാതി മരമൊക്കെയാണ് കേട്ടോ. ഇതാണ് ജാതിക്ക കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, ജാതിക്ക മരമൊക്കെ ഉണ്ടേ. ഇടനെല പറിച്ചുകൊണ്ട് പോകുന്ന വഴിയാണ്. ജാതിക്ക കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. വയറിന് നല്ലതാന്ന് പറയുന്നത് കേൾക്കാവേ. ജാതിക്കയല്ല, ജാതിയുടെ തൊലിയില്ലേ, ഈ തൊലിയും കൊണ്ട് അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. വേറൊരു മറവുണ്ട് ഇവിടെ ഇടനിലല്ലേ. നല്ല മണം കേട്ടോ. പിന്നെ ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഭയങ്കര മണം അല്ലേ മേ? ടേസ്റ്റ് മണം ഉണ്ടല്ലോ അത് വെന്ത് വരുമ്പം. ഇതെന്നാ ഇത് ഇതാണോ മഞ്ഞൾ? ഒരു ദിവസം മഞ്ഞളിൻ്റെ പാത്തോളി ഉണ്ടാക്കണമല്ലോ മേ. അത് നമുക്ക് വീഡിയോ ഇടണേ പാത്തോളിയുടെ. ഇവിടെ പ്ലാവിൽ ചക്കയൊക്കെ കൂത്തിരിപ്പുണ്ട് കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ വീട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത്. അപ്പുറേ കാണുന്ന നമ്മുടെ വീട്. നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ചക്കപ്പഴം കേട്ടോ. ഇത് ചക്കപ്പഴം വിളവെച്ച് അമ്മ വെച്ചതാണേ. ഇൻ കേസ് ചക്കപ്പഴം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ചക്ക ക്ലീനാക്കി അരച്ചെടുക്കണം അല്ലേ മേ? അരച്ചെടുക്കണം. എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വിളവെച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. അതിൽ നമുക്ക് ഒരു കപ്പ് ഫുള്ള് ചക്കപ്പഴം വിളവെച്ചതെടുത്തു. പിന്നെ ഒരു തേങ്ങ, പിന്നെ അമ്മ കുറച്ചിവിടെ ഒരു 2 സ്പൂൺ കാണും, അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ജീരകവും കുറച്ച് ഏലക്ക അതും എടുക്കണം. ഇടനെല്ല പറിച്ചോണ്ട് വന്നില്ലായിരുന്നു. അത് നമ്മൾ കഴുകി ഡ്രൈ ചെയ്യാൻ കൊട്ടയ്ക്കകത്ത് വെച്ചേക്കുവാണേ. അത് നമ്മൾ എടുക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തുടച്ചെടുക്കാവേ. ഇത് അമ്മ ജസ്റ്റ് കൊട്ടയ്ക്കകത്ത് വെള്ളമൊക്കെ സ്ട്രെയിൻ ആകാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. സ്ട്രെയിൻ ആയിട്ട് നമുക്ക് ഇത് അല്ലെങ്കിൽ നമുക്ക് കഴുകി തുടച്ചെടുക്കാവേ. ഗൈസ്, നമ്മളൊരു ഉരുളി എടുത്തു കേട്ടോ. അതിനകത്ത് നമ്മൾ കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉരുക്കുവാണേ. കുറച്ച് ശർക്കര ഇങ്ങനെ ഉരുക്കിയെടുക്കണേ. നല്ല ശർക്കര ഉരുക്കിയത് വെച്ചിട്ടുണ്ട് അമ്മ. നന്നായിട്ട് ശർക്കരയൊക്കെ ഉരുക്കിയത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ശർക്കര എത്ര ശർക്കര വേണമേ? ഒരു 1/4 കിലോ ശർക്കര ഉരുക്കിയത്. റവയും കൊണ്ടാണ് കേട്ടോ ചക്കട ഉണ്ടാക്കുന്നത്. അപ്പം സാധാരണ റവയും കൊണ്ടും ഉണ്ടാക്കാം, അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം റവയും കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. കാരണം നമുക്ക് കുറച്ച് നല്ല സ്റ്റിക്കിനെസ് ഇല്ല കേട്ടോ റവയും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. ഉരുകിയ ശർക്കരയിലോട്ട് നമ്മൾ തേങ്ങ ഇടുവാണേ. തേങ്ങ ഇട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ. ഉരുക്കിയ ശർക്കരയിലോട്ട് നമ്മളിങ്ങനെ തേങ്ങ ഇട്ട് വരട്ടിയെടുക്കുവാണേ. എന്ത് വരട്ടിയതോ? ചരണ്ടി വെച്ച ശർക്കരയും ചക്കപ്പഴം കൂടി ചെരുവയ്ക്ക് രാവിലെ റവ ചേർക്കണം. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നാട്ടിൽ വരുമ്പോൾ എപ്പോൾ വന്നാലും കഴിക്കും. പിന്നെ നമുക്ക് ഫ്രോസനും കിട്ടുമല്ലോ അയർലൻഡിലൊക്കെ. ഗൈസ്, ഇങ്ങോട്ട് നമ്മളിപ്പം ചക്ക വിളവെച്ച് വെച്ചിടുവാണേ. തേങ്ങയും ശർക്കരയും കൂടെ അപ്പോൾ ശർക്കരയും തേങ്ങ ഉരുക്കിയത് അതിനകത്ത് ചക്ക വിളവെച്ച് ഇട്ടേ. നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ട് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണമേ. ചൂടാക്കി എടുക്കണം. ചക്ക
തേങ്ങയും ശർക്കരയും ചൂടാക്കിയതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ റവ ചേർക്കണം, ഉപ്പ് ചേർക്കണം. ഓക്കെ. ഏലക്കായും ജീരകവും പൊടിച്ചതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് ഓക്കെ കുഴച്ച് ഇടനയിൽ ചേർത്ത് വെച്ച് പരത്തി ചുരുട്ടി സ്റ്റീമിലോട്ട് വെക്കണം. ആവി വന്ന് അപ്പച്ചെമ്പി വെക്കണം. അപ്പച്ചെമ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞപ്പം ചക്കയും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഈ പരുവായേ. ആറി കഴിയുമ്പം നമുക്ക് റവ ഇട്ട് വേണേൽ സ്ലോലി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. റവ ഇട്ട് ഇൻ കേസ് റവ അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാവേ അല്ലമ്മേ. ഇതുപോലെ നമുക്ക് പകുതി അരിപ്പൊടിയോ പകുതി റവയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. എനിക്ക് ഇഷ്ടം ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം നമ്മ പറയുന്നത്. റവ നമുക്ക് ഇഷ്ടം, കാരണം എന്താ പറയുക, അതെ ഞങ്ങൾക്ക് റവയാണ് ഇഷ്ടം. ഞങ്ങൾ റവയും കൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കി ഭയങ്കര സ്റ്റിക്കായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. റവ ഇട്ട് നന്നായിട്ട് ഇളക്കുവാണേ. നമുക്ക് റവ അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ റവ ഹാഫ് പിന്നെ അരിപ്പൊടി പകുതി കേട്ടോ, അങ്ങനെ നമുക്ക് ചെയ്യാവേ. നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുവാണേ. മിക്സ് ചെയ്യുക കേട്ടോ. ആ സ്പൂൺ ഉപ്പ് ഇടുവാണേ അമ്മ. അതുകൂടെ എല്ലാവരും മിക്സ് ആയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. ജീരകവും പിന്നെ എന്താ ഏലക്കയും പൊടിച്ചത് ചതച്ചെടുത്തല്ലേ. ഒത്തിരി പൊടിക്കണോ? ചതച്ചെടുക്കുവാണേ. അതുമിട്ട് ഇളക്കി നമ്മൾ എന്തൊക്കെ ഇട്ടു? നമ്മൾ തേങ്ങ ഇട്ടു, ശർക്കര ഇട്ടു, റവ ഇട്ടു, 1/4 സ്പൂൺ ഉപ്പിട്ടു, പിന്നെ ജീരകവും ഏലക്കയും പൊടിച്ചത് ഇട്ടു. ജീരകവും ഏലക്കയും പൊടിച്ചത് അത് ഇടുവാണേ. അതിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എടുക്കുക, എടുക്കുക, മനസ്സിലായോ? എടുക്കുക, മാവ് എടുക്കുക, ഇതിനകത്തോട്ട് വെക്കുക. അത് കഴിഞ്ഞ് ഈ ഞെടുപ്പ് ഇങ്ങനെ അങ്ങനെ വെക്കുക. വെക്കുക. ആവി കയറി കഴിയുമ്പോൾ ആവിക്ക് വെച്ച് പൊടിയിൽ വെക്കുക. ഇടഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യണേ. ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുവാണ് ഈ നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ. അത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കണം. ഓക്കെ. എന്നിട്ട് കുറച്ച് മാവെടുത്തു, 1 ഉരുള മാവെടുത്തു, ഇതിനകത്തോട്ട് വെച്ചു, ഫില്ല് ചെയ്തു, തുള്ളി വെള്ളം വെച്ചിട്ട് ഫില്ല് ചെയ്തു. എന്നിട്ട് ഈ ഞെടുപ്പിന് നല്ല മണമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കണം. ഇപ്പം ത്രികോണത്തിൽ സൂപ്പർ സൂപ്പർ. ഇങ്ങനെ തുറന്നു നല്ല ഇലയെടുത്തു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ മടക്കുന്നു. എന്നിട്ട് 1 ഉരുള മാവെടുത്തു, എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചു. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കണം. ഇത് എത്ര വെന്ത് കഴിഞ്ഞാൽ ഇത് ഈ അരിഞ്ഞു പോരിയല്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ, ഇങ്ങനെ ഇല ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചറില്ലേ റവയും കൊണ്ടുള്ള, അത് കഴിഞ്ഞ് നമ്മൾ ഈ അതിന് ഞെടുപ്പാന്ന് പറയുന്നത്. ഞെടുപ്പ് അതിൻ്റെ അകത്ത് ഒരു ഉള്ളിലോട്ട് കയറ്റി വെക്കുമ്പം ആ ഞെടുപ്പിനാണ് നല്ല സ്വാദം നമ്മൾ പറയുന്നത് കേട്ടോ. മണമൊക്കെ വരുന്നത് ഇപ്പോഴും മണം വരുന്നുണ്ടമ്മേ. ആദ്യം കയറുമ്പോൾ നല്ല മണം വരും. അടുക്കള നിൽക്കത്തില്ല, കൺട്രോൾ പോവും. ഞെടുപ്പ് ഞാൻ ട്രൈ ചെയ്യട്ടെ. ഓക്കെ. ഞാൻ ട്രൈ ചെയ്യാവേ. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു. നല്ല വശം അങ്ങനെ നല്ല വശം നല്ല വശം ഇങ്ങനെ. ഓക്കെ. ഈ തുള ഉണ്ടല്ലോ ഇച്ചിരി ഇങ്ങനെ വെച്ചാൽ
ഇപ്പം അറിയില്ല ഇവിടെ പോയി അടി പിടിച്ച് ഞാൻ വെച്ചു കൊടുത്തു അടുത്ത കഴിയും പഠിക്കാം അടുത്ത വെക്കണം ഒരു വലിയ എടുക്കുന്നു ഇരുന്നു ഇച്ചിരി ഓവറായിപ്പോയി ഇച്ചിരി വെള്ളം ഒഴിക്കണം അല്ലേ വെള്ളം ഇച്ചിരി ഇങ്ങനെ 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 തൊടുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക കുത്തി വെക്കുക സക്സസ് അടുത്ത ഒരെണ്ണം ഉണ്ടാക്കാവേ അല്ല വലിയ ഇല വെക്കാം ഇത് ഈ വശം ഇങ്ങനെ ചെയ്യുക കശുവണ്ടിക്ക് എന്താ കപ്പലണ്ടി കിട്ടുന്നതില്ലേ കപ്പലണ്ടി അല്ല മറ്റേ നമ്മൾ ഇത് കിട്ടത്തില്ലേ കടല കിട്ടുന്ന പോലെ കടല നമ്മൾ ഇങ്ങനെ വിൽക്കാൻ കിട്ടത്തില്ലേ അതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കടലാസിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക ഇച്ചിരി വെള്ളം നടുക പിന്നെ ഈ നടപ്പ് കുത്തി വെക്കുക വാവ് ഇറ്റ്സ് റെഡി ഗൈസ് ഞാൻ ചെയ്തേ ഇത് വിട്ടു വരുമോ ഓക്കെ എന്നെ ഒഴിവാക്കി എന്നെ ജോലിയിൽ നിന്ന് തിരിച്ചു വിട്ടു ഇത് ഇങ്ങനെ ഇങ്ങനെ വെക്കണം ഉള്ളിലെ ഇത് ഭാഗത്തോട്ട് വെക്കണം ഇങ്ങനെ വെക്കുന്നത് ഇങ്ങനെ തന്നെ വെക്കണം കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ എടുക്കണം എന്നിട്ട് ഒരു ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ വെക്കണം ഓക്കെ എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ ഇത് എവിടെ പോകാനിത് പന്തി ഞാനുണ്ടാക്കിയ ഫ്ലോപ്പായിരുന്നു കേട്ടോ എന്നാലും ട്രൈ ചെയ്തല്ലോ വീണ്ടും അമ്മ ഉണ്ടാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ മടക്കാം ഒരില അനുസരിച്ച മാവ് സൂപ്പർ ഗായ്സ് എങ്ങനെയുണ്ട് അമ്മ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ അത് കഴിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പയിൽ എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ ഇങ്ങോട്ട് വെക്കുവാണേ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ചാലോ എനിക്ക് എടുത്ത് വെക്കുന്ന ജോലി പറ്റുമേ എടുത്ത് വെക്കട്ടെ സ്റ്റീം ചെയ്യാൻ വെക്കാവേ എത്ര എണ്ണം വെക്കാമോ ഒരു സ്റ്റീമേൽ ഓക്കെ നിറച്ച് വെക്കാൻ നമ്മൾ പറയാനേ ജോലി ചെയ്യാവേ ഇത് പോയി ഞാൻ ചെയ്താന്ന് തോന്നുന്നു ഇത് ഞാൻ ചെയ്ത് പോയി തോന്നുന്നു സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എത്ര എണ്ണമായി 1 2 3 4 5 6 7 8 9 10 11 12 അപ്പോൾ ഒരു ½ kg ഉണ്ടെങ്കിൽ ഒരു 20 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമേ ഒരു അര കിലോ റവയ്ക്ക് അല്ലെങ്കിൽ അല്ല അര കിലോ അരപ്പൊടിക്ക് നമുക്ക് ഒരു 20 ഉണ്ടാക്കാം കേട്ടോ 20 എണ്ണം ഉണ്ടാക്കാവേ എന്ത് ഭംഗിയാണ് നോക്കി വാവ് 3 ദിവസമോ 3 ദിവസത്തെ കഴിക്കാം കേട്ടോ നമുക്ക് പിന്നെ ഇത് ഫ്രീസ് ചെയ്താൽ വെക്കാവേ നമുക്ക് ഫ്രീസറിലുള്ള നമുക്ക് ഫ്രീസ് ചെയ്ത് നമുക്ക് കിട്ടുമല്ലോ ഒരാഴ്ച വേണ്ടി നമുക്ക് ഇരിക്കുന്ന അമ്മ പറയുന്നേ ഫ്രിഡ്ജ് വെച്ചാൽ ഒരാഴ്ച ഇരിക്കുമേ അത് വിളവിച്ച് ചക്കപ്പഴം അതുകൊണ്ട് കേട് വരത്തില്ലല്ലോ അതുകൊണ്ട് ഒരാഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ വെറുതെ വെച്ചാൽ 2 ദിവസം എടുക്കും നമുക്ക് സ്റ്റീം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം കേട്ടോ എന്ത് ഭംഗിയെന്ന് നോക്കി വാവ് സ്റ്റീം ചെയ്യാൻ വെച്ചേ സോ ഗായ്സ് അങ്ങനെ ചൂട് പൂച്ചപ്പം റെഡിയാണ് അല്ലെങ്കിൽ പൂച്ചയടിയോ ചക്കയടിയോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അങ്ങനെ നല്ല ചൂട് ആവി പറക്കുന്നേ ചക്കയട റെഡിയാണ് നല്ല മണമുണ്ടേ സൂപ്പർ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ചൂടോടെ കഴിക്കട്ടെ കേട്ടോ രണ്ടെണ്ണം അടുത്ത് കഴിക്കട്ടെ നല്ലതായിട്ട് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് യം നമുക്ക് ഇടനിലന്ന് കഴിച്ചാലോ വെന്തിട്ടുണ്ട് നല്ല ചൂടോടെ കഴിക്കാവേ ഇങ്ങനെ പൊളിക്കുക ഇതാദ്യം നണ്ടോ എന്നാ ഇതെന്നാ തണ്ട് നെടുപ്പ് ഇങ്ങനെ എടുത്ത് വെക്കണം അത് കഴിഞ്ഞ് തുറക്കുക സൂപ്പർ ഉണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടേ വാവ് അടിപൊളി എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമായി എനിക്ക് സ്റ്റിക്ക് ഇഷ്ടമില്ല ഏതാണ്ട് പിന്നെ വിട്ട് ഇരിക്കണേ വാവ് യം കഴിക്കാൻ പോകാട്ടോ ചൂടോട് കഴിക്കട്ടെ ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് റവ ഉണ്ടാക്കുന്നുണ്ടോ ഈ വിട്ട് ഇരിക്കും കേട്ടോ സ്റ്റിക്ക് അല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കട്ടെ